ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പാപ്പൂസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. അപ്പോൾ അതിന് പാപ്പൂന് കിട്ടിയ കുറച്ച് ഗിഫ്റ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ഗിഫ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് അൺബോക്സിങ് അല്ല, ഇത് ഓൾറെഡി എല്ലാം നമ്മൾ പൊട്ടിച്ചതൊക്കെയാണ്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു കാറ് കാണാം. ഇതാണ് ഫസ്റ്റത്തെ ഗിഫ്റ്റ്. ഇത് അപ്പോൾ എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ട്, ഗായത്രി. അപ്പോൾ അവളും ഫാമിലിയും കൂടി വാങ്ങിക്കുന്നതാണ്. ഇതിലാണ് ഇപ്പോൾ പാപ്പൂസിൻ്റെ കളി മൊത്തം. ഇതിനകത്ത് കയറിയിരിക്കുന്നു, തറയിൽ പോകുന്നു, കയറിയിരിക്കുന്നു, തറയിൽ പോകുന്നു. കാരണം ഇതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇവൻ ഇവിടെ ഒരു പെടലുണ്ട്. ഇതിനകത്ത് കുറച്ച് പെടലുണ്ട്, കാണാൻ പോകുന്നു. അപ്പോൾ അതിനകത്ത് അവൻ്റെ കാലെത്താറില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യും, കാലെത്തിക്കാനായിട്ട് പോകുമ്പോൾ തറയിൽ വീണു പോകും. വീണ്ടും ഞാൻ എടുത്തിരുത്തും, വീണ്ടും കാലെത്തിക്കും, തറയിൽ പോകും. കാലെത്തിക്കുന്ന അത്ര ഈ സ്റ്റിയറിംഗിലും ഒരു പറ്റാറില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ്. ഇതൊരു കാറാണ്. ഇനി അടുത്തൊരു മഴവില്ലിന്റെ ഒരു ടെഡി ബിയർ ആണ്. ഇതെന്റെ ഫ്രണ്ട് എനിക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. ഫ്രണ്ട് ഫാമിലി വന്നപ്പോഴത്തേക്ക് ഹസീന, നിങ്ങൾക്കറിയാം ഞാൻ കല്യാണത്തിന് മേക്കപ്പ് ഇടാൻ പോയില്ലേ, അവളും അവളുടെ ഫാമിലി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഈ ടെഡിയും. പിന്നെ ഒരു കാഡ്ബറിയുടെ ഒരു ഗിഫ്റ്റ് പാക്ക് ഉണ്ടായിരുന്നു. എന്തായിരുന്നു, ചോക്ലേറ്റ്സ് ഒക്കെ വരുന്നത്, 5 സ്റ്റാറും ജെംസ്, പിന്നെ ഡയറി മിൽക്ക് ഒക്കെ വരുന്ന ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നു മുട്ടായിയുടെ. അപ്പം അതുമാണ് അവൾ കൊണ്ടുവന്നത്. മുട്ടായിക്ക് നമ്മൾ തിന്നു കേട്ടോ, ഞാനല്ല, പിള്ളേരുണ്ടായിരുന്നു. പിള്ളേർ കഴിച്ചു. നല്ല ക്യൂട്ട് ടെഡിയല്ലേ. ഇനി അടുത്ത ഗിഫ്റ്റ് ഇതാ ഈ ട്രക്കാണ്. ഇതെന്താ സംഭവം? ഇത് ട്രക്കാണ്. ഇത് വീടിനടുത്തൊരു കൊച്ചു കൊണ്ടുവന്നത് കേട്ടോ. ഇതൊന്നും അവനിപ്പോൾ കളിക്കാറായില്ല. ഇതൊക്കെ ഇപ്പം അവനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇറക്കിയേ ഉള്ളൂ. സോ അതുകൊണ്ട് ഇപ്പം ഇതൊന്നും ഞാൻ കൊടുക്കാറില്ല. ഇപ്പം ഇത് അവന് കളിക്കാറാകുമ്പോൾ കൊടുക്കാം. ഇത് ചേട്ടൻ്റെ മോള് 10 വയസ്സായിട്ടുണ്ട്. അവൾക്ക് വിഷുവിന് കൈനീട്ടം കിട്ടിയ പൈസ കൂട്ടി വെച്ചിട്ട് കുഞ്ഞിന് വാങ്ങിച്ചു കൊടുത്തതാണ്. ഇത്രയാണ് കളിപ്പാട്ടങ്ങൾ കിട്ടിയത്. പിന്നെ ഉള്ളത് ഒരു സൈക്കിൾ കിട്ടിയായിരുന്നു, ചേട്ടൻ കൊണ്ടുവന്നത്, അപ്പുവേണ്ട ചേട്ടൻ കൊണ്ടുവന്നത്. പക്ഷെ അതിൻ്റെ വീല് ഊരിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അത് ചേട്ടൻ തിരിച്ചു കൊണ്ടുപോയി. മോൻ ഇരുന്നപ്പോഴാണ് മനസ്സിലായത് വീൽ ഊരി പോകുന്നു. അങ്ങനെ ചേട്ടൻ തിരിച്ചു കൊണ്ടുപോയി. അപ്പം അതിൻ്റെ വേറെ കൊണ്ടുവരും. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് കുറച്ച് ഡ്രസ്സുകൾ കാണാം. ഇനി ബാക്കി കിട്ടിയതിനും പപ്പന് ഡ്രസ്സുകളാണ്. ഒരുപാട് കളിപ്പാട്ടങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കാരണം കിട്ടുവിൻ്റെ അവിടെ, അതായത് നമ്മുടെ ഡാഡുവിൻ്റെ ബർത്ത്ഡേക്ക് നമ്മളെല്ലാവരും അറിയാതെ എല്ലാവരും വാങ്ങിച്ചു കൊടുത്തത് ഇതേപോലെ വണ്ടികളാണ്. ഞാൻ മേടിച്ചു കൊടുത്തത് ഒരു വണ്ടി, അപ്പുറത്തെ ചേച്ചി വാങ്ങിച്ചു കൊടുത്തൊരു വണ്ടി, താഴെ കസിൻസ് വാങ്ങിച്ചു കൊടുത്തത് ഒരു ടെഡി ബിയർ ആണ്. അതുപോലെ അവളുടെ റിലേറ്റീവ്സ് ഒരുപാട് പേര് കൊടുത്തത് വണ്ടി. അങ്ങനെ ഏകദേശം 7 വണ്ടി എന്തോ കുഞ്ഞിന് കിട്ടി എല്ലാം കൂടെ. പിന്നെ കുറേ പാവകൾ. അപ്പോൾ അതൊരു ഉപയോഗമില്ലതായിപ്പോയി. 1 or 2 ഒക്കെ അല്ലേ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുള്ളൂ. ഒരുപാട് ആയിക്കഴിഞ്ഞാൽ അവർ ഉപയോഗിക്കില്ലല്ലോ. അതുകൊണ്ട് ഈ പ്രാവശ്യം എൻ്റെ വീട്ടിലെല്ലാവരും എനിക്ക് പൈസ ആയിട്ടാണ് തന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ മേടിച്ചോ എന്ന് ഓർത്തിട്ട് അവർ പൈസയാണ് തന്നത്. പിന്നെ ഉള്ളത് കുറച്ച് ഡ്രസ്സുകൾ, പിന്നെ ഒരു കാറും, ഞാൻ ഇപ്പോൾ കാണിച്ച ആ ഒരു കാറും, പിന്നെ ഒരു സൈക്കിളും ഉണ്ടായിരുന്നു. ഇത് രണ്ടുമാണ് കുഞ്ഞിന് കളിപ്പാട്ടമായിട്ട് കിട്ടിയത്. പിന്നെ ഒരു ട്രക്ക്, പിന്നെ ഒരു ടെഡി ബിയർ. എല്ലാം ഓരോന്ന് വെച്ച് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് അത് ഉപയോഗമുണ്ട്. ഒരുപാട് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് ഡ്രസ്സിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ഉടുപ്പ് നിക്കറുമാണ്. ഇത് സംഭവം വലുതാണ്. ഇതിപ്പോഴൊന്നും പാപ്പന് ഉപയോഗിക്കാൻ പറ്റൂല. എനിക്ക് തോന്നുന്നു ഒരു 2-3 വയസ്സൊക്കെ ആകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. ഇതാണ് ഫസ്റ്റത്തത്. ഇതെൻ്റെ ഒരു വലിയമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇനി അടുത്തത്, രണ്ടാമത്തത്, ഇതും കുറച്ചധികം വലുതാണ്. ഇതും അവൻ പാപ്പ വലുതായാൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിനകത്ത് 2 ടീഷർട്ട് ഉണ്ട്. ഒന്ന് കൈയില്ലാത്ത ഈ ടീഷർട്ടും, ഒന്ന് കൈയുള്ള ഈ ടീഷർട്ടും, പിന്നെ അതിൻ്റെ ഒരു നിക്കർ. അതായത് 2 ടീഷർട്ടും ഒരു നിക്കറുമാണ്. ഒരു നിക്കറാണ് വരുന്നത്. ഇതും ഇപ്പോഴൊന്നും എൻ്റെ കുഞ്ഞിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി അടുത്തത് ഇതാണ്. ഇതിപ്പോഴത്തെ ട്രെൻഡ് ടീഷർട്ടാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഈ ചെറിയ പ്രിന്റ് ഫ്രണ്ടിലും വലിയ പ്രിന്റ് ബാക്കിലും. ഇപ്പോൾ പാപ്പുവിൻ്റെ ഫോട്ടോഷൂട്ട് എടുത്ത സമയത്ത് ഞാൻ ഇതുപോലത്തെ ഒരു ഡ്രസ്സ് ആയിട്ടിരുന്നത്. അതും ഏകദേശം ഈ കളർ തന്നെയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഉടുപ്പ്. അത് നിക്കറാണ് തന്നെ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്. ഇത് ആര് കൊണ്ടുവന്നെന്ന് അറിയാൻ വയ്യ. ഇതെല്ലാം നല്ല ഡ്രസ്സാട്ടോ എല്ലാം. ഇതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നല്ല ഡ്രസ്സുണ്ട്. ആര് കൊണ്ടുവന്നാലും താങ്ക് യു.
ഇനി അടുത്തത് ഒരു ഷർട്ടും നിക്കറുമാണ്. ഇതാണ് കേട്ടോ ഷർട്ടും നിക്കറും. ഇത് നല്ല രസമുണ്ട്. അവന് അല്ലെങ്കിൽ പൊതുവെ ഷർട്ട് നല്ലപോലെ ചേരുന്ന ഒരു ഇതാണ് കേട്ടോ. അവന് ഞാൻ ഷർട്ട് എപ്പോഴും ഇട്ടിട്ടുണ്ട്, അപ്പോഴൊക്കെ നല്ല ഭംഗിയാണ്. ടീഷർട്ട് ഇടുന്നതിനേക്കാളും മാമി പറയുന്നത് ടീഷർട്ട് ഇടുന്നതിനേക്കാളും നല്ലതാണ് അവന് ഷർട്ട് ഇടുന്നത്. ഷർട്ടാണ് നല്ലപോലെ ചേരും. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. അതുപോലെ എനിക്ക് കരിനീല ഡാർക്ക് കളേഴ്സ് എനിക്ക് ഭയങ്കര ഡാർക്ക് കളറിൽ എനിക്ക് കരിനീല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏത് ഡ്രസ്സ് എടുത്താലും ലാസ്റ്റ് അത് കരിനീലിലേക്ക് തന്നിരുന്നത്. അതെനിക്ക് അറിയാൻ വയ്യ. കരിനീല, ഡാർക്ക് ഗ്രീൻ, പിന്നെന്താ അങ്ങനത്തെ ബ്ലാക്ക്, ഇത് മൂന്നുമാണ് ഞാൻ എപ്പോൾ എടുത്താലും വരുന്നത്. ഇപ്പം കുറച്ചുകൂടി മാറ്റി പിടിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും വരുന്നത് അതിലൊക്കെ തന്നെയാണ്. അതുപോലെ ഒരു കളറാണ് റാണി പിങ്ക്. എന്തോ എനിക്ക് ഈ ഡാർക്ക് കളേഴ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ല, അതുകൊണ്ട് എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് എല്ലാ ഡ്രസ്സും ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് എന്താണ്? ഇത് നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. ഇത് കണ്ടോ, ആ സെയിം തന്നെയാണ്. ഫ്രണ്ടിൽ ചെറിയ പ്രിന്റും ബാക്കിൽ വലിയ പ്രിന്റും. ഇതെന്താ എഴുതിയിരിക്കുന്നത്? ഗോൾഡ്. നല്ല രസമില്ല, നല്ല കളർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ. എനിക്കുണ്ട് യെല്ലോ കളർ ഒരു ടീഷർട്ട്. ഞാൻ പപ്പി ഒരുമിച്ചിട്ടു. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ആരാണ് കൊണ്ടുവന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഇതാണ് അടുത്തത്. ഇനി അടുത്തത് ഇതാണ്. ഇത് ഇച്ചിരി വലുതാണ് കേട്ടോ. ഇത് അപ്പുറത്തെ പോറ്റിയമ്മ കൊണ്ടുവന്നതാണ്. പോറ്റിയമ്മ ആദ്യം വന്നപ്പോൾ അവരുടെ ഗിഫ്റ്റ് നമ്മൾ ആദ്യമേ തുറന്നു നോക്കിയായിരുന്നു വല്യമ്മയൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് പോറ്റിയമ്മ കൊണ്ടുവന്നതാണ്. ഈ വളരെല്ലാം ഞാൻ സൂക്ഷിച്ചു വയ്ക്കും, അവന് തന്നെ ഇടും കേട്ടോ. അപ്പോൾ ഇനി വലുതായിട്ടല്ലേ വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ നിക്കറിന് ഇവിടെ ഒരു പ്രിൻ്റൊക്കെ ഉണ്ട്. ഈ നെക്സ്റ്റ് അടുത്തതായി ഇതുപോലത്തെ ഡങ്കിരി മോഡലാണ്. ഇതിൻ്റെ പേര് ഡങ്കിരിയാണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടെ കറക്റ്റ് പേര്. ഡങ്കിരി മോഡൽ ഇതാണ് കേട്ടോ. ഇത് നമുക്ക് ഈ സാധനം എടുത്ത് മാറ്റാനും പറ്റും. ഇതെടുത്ത് മാറ്റിയിട്ട് ഇത് നിക്കർ ഉടുപ്പുമായിട്ട് മാത്രം ഇടാനും പറ്റും, അല്ലാതെ ഡങ്കിരി മോഡൽ ഇടാനും പറ്റും കേട്ടോ. കാരണം ഇവിടെ ഒരു ബട്ടൺസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല, ഇവന് ഒരുപാട് നല്ല ഡ്രസ്സുകൾ കിട്ടി. ഒന്നും മോശമായിട്ട് പറയാൻ ഒന്നുമില്ല, എല്ലാം നല്ലതാണ്. ഇനി നെക്സ്റ്റ് ഇത് പൊന്നൂസ് ഇടുന്ന ഡ്രസ്സാണ് കേട്ടോ. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് അതിൻ്റെ നിക്കർ. അപ്പോൾ അടുത്തത് ഇതാണ്. ഇതും ഡങ്കിരിയാണ്. ഇതൊക്കെ അവന് ഇപ്പൊ പറ്റുന്ന ഡ്രസ്സാട്ടോ. നല്ല രസമായിരിക്കും. കണ്ടോ, ഇതും ഡങ്കിരി മോഡലാണ്. നല്ല സോഫ്റ്റ് തുണിയാണ്. ഇത് പോപ്പീസിന്റെ ആണ്. നല്ല സോഫ്റ്റ് തുണിയാണ്, നല്ല രസമുണ്ട് ഇത് കാണാനും. അത് അവന് ഇടുമ്പോഴും ഇറിറ്റേഷൻ ഉണ്ടാവുന്ന ഡ്രസ്സല്ല. ഇതാരും ഉണ്ടെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഇതൊക്കെ ആരോ കൊണ്ടുവന്നു. എന്തായാലും കൊണ്ടുവന്നവരുടെ നന്ദി മാത്രം. ഇനി അടുത്തത് ഈ ടീഷർട്ടാണ്. ഇതറിയാൻ വയ്യ, എപ്പോഴും അറിയാൻ വയ്യ. ഈ ടീഷർട്ടും ഈ നിക്കറുമാണ്. ഈ ടീഷർട്ടും ഈ നിക്കറുമാണ്. അടിച്ച് വീണ്ടും ഒരു ഡങ്കിരി. ഇതിനകത്ത് ടീഷർട്ടിനകത്ത് പ്രിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നല്ല ഭംഗിയില്ലേ? ഇത് അവന് ഇപ്പൊ കണക്കാവത്തേ ഉള്ളൂ. ഇത് എത്രയും പെട്ടെന്ന് ഇടണം, ഇല്ലെങ്കിൽ ഇത് ചെറുതായിപ്പോകും. കാരണം കഴിഞ്ഞ ഓണത്തിന് എനിക്ക് ഇതുപോലെ കിട്ടിയ ഡ്രസ്സുകളൊക്കെ ഞാൻ വെച്ചിരുന്ന് ചെറുതായിപ്പോയി. വച്ചിരുന്നതല്ല, ഒരു തവണ 2 തവണ കിട്ടപ്പോഴത്തേക്ക് അത് ചെറുതായി. അപ്പൊ പിന്നെ അത് ഉപയോഗമില്ലാതായിപ്പോയില്ലേ. നെക്സ്റ്റ് ഇത് നല്ല, ഇത് പോപ്പീസിന്റെ ആണെന്ന് തോന്നുന്നു. നല്ല സോഫ്റ്റ് തുണിയാണ് കണ്ടോ. ഇത് പോപ്പീസിന്റെ ആണ്. ഇതൊക്കെ പാപ്പോന് സൈസ് ആവും കേട്ടെ. നല്ല ക്യൂട്ട് ഡ്രസ്, നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണ് ഇതിൻ്റെയൊക്കെ. അതുകൊണ്ട് പാപ്പോന് ഇട്ടാലും ഇറിറ്റേഷൻ ഒന്നും വരാൻ സാധ്യതയില്ല. അടുത്തത് വീണ്ടും പോപ്പീസിന്റെ ആണ്. ഇത് പോപ്പീസിന്റെ അല്ല, കവറിനകത്ത് മാറ്റി വെച്ചതാ. ഇത് നല്ല ടീഷർട്ട് കേട്ടോ.
ഇത് നല്ല സോഫ്റ്റ് തുണിയാണ്. അതിനകത്ത് സ്പൈഡർമാൻ ആണെന്ന് തോന്നുന്നു. അതെ, സ്പൈഡർമാൻ ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ പാൻ്റാണ്, അല്ല പാൻ്റല്ല, നിക്കർ. ഷോർട്ട്സും ടീഷർട്ടുമാണ് കിട്ടിയത് മൊത്തം. പിന്നെ ഡങ്കീസ്. ഇത്രയാണ് പാപ്പൂസിന് കിട്ടിയ ഡ്രസ്സുകൾ. പിന്നെ ഗിഫ്റ്റും. ഒരു ഗിഫ്റ്റ് ഉണ്ട് നിങ്ങളെ കാണിക്കാനുണ്ട്. അത് ഭയങ്കര സ്പെഷ്യൽ ഗിഫ്റ്റാണ് എനിക്ക്. അപ്പോൾ അത് കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നതായിരിക്കും പിറകിലിരിക്കുന്ന ഈ ഒരു പെട്ടി. ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. ജസ്റ്റ് ഫോർ യു എന്ന് പറഞ്ഞൊരു പെട്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ പെട്ടി തുറക്കാം. മറ്റേ ആമാട പെട്ടി പോലെ കിട്ടിയത്. ഇതെനിക്ക് കിട്ടു തന്നതാണ്. കിട്ടും ദേവും ഡാഡും കൂടെ തന്നതാണ്. അപ്പോൾ ഇതിന് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ഇനി തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ദേവ് പറഞ്ഞു, ഇത് നീ ഒറ്റക്കിളപ്പം തുറക്കണം. ഒറ്റക്കിളപ്പല്ല, നീ റൂമിൽ പോയി സമാധാനത്തിൽ തുറക്കണം, എന്നിട്ട് അവളെ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തത് ഇതിനകത്ത് എന്തെങ്കിലും കളിപ്പാട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഈ നമ്മൾ കണ്ടിട്ടില്ലേ ബോക്സ് തുറക്കുമ്പോൾ ഈ ചിത്രശലഭങ്ങൾ പാറുന്ന കുറേ ഇതുണ്ടല്ലോ, ഈ ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ ചെയ്യുന്ന ക്രാഫ്റ്റ് ഉണ്ടല്ലോ. ഞാൻ ഓർത്തു അതുപോലെ എന്തെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ ഇത് തുറക്കുമ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്ന എന്തെങ്കിലും കളിപ്പാട്ടമായിരിക്കും പാപ്പൂരെന്നാണ് വിചാരിച്ചത്. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടി തുറക്കാം. ഈ പെട്ടി ഇങ്ങനെ തുറക്കുമ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് പാപ്പുവിൻ്റെ ഒരു ഫോട്ടോയും അതിൽ കുറച്ച് ഇതുമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പാപ്പുവിനെന്ന് പറഞ്ഞിട്ട് പാപ്പുവിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഉള്ളൊരു പ്രിൻ്റാണ്. ഇപ്പം ഇതിനകത്ത് എഴുതിയേക്കുന്നത് വായിച്ചു തരാം. പാപ്പുവിന് എത്ര പെട്ടെന്നാണല്ലേ കുഞ്ഞിപ്പാപ്പു വലിയ ചെക്കനായത്. ഒരു വർഷം ഓടിപ്പോയ പോലെ. അങ്ങനെ ഇന്ന് പാപ്പുവിൻ്റെ 1ാം പിറന്നാൾ. അമ്മയ്ക്കും അച്ഛനും ഏറ്റവും നല്ല മകനായി, കിട്ടുവിനെയും ഷാനുവിനെയും പോലെ ഡാഡുവിൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരനായി, അതിലെല്ലാം ഉപരി ഏറ്റവും നല്ല മനുഷ്യനായി നീ വളരണേ പൊന്നെ. സുന്ദരി പാപ്പുവിന് കെട്ടിപ്പിടിച്ച 1000 പിറന്നാൾ ഉമ്മകൾ, ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ എന്ന് സ്വന്തം കിട്ടുമാമനും ദേവുമാമിയും പിന്നെ ഡാഡുവും. ഇതാണ് ഈ കാർഡിലുള്ളത്. ഇതൊരു വിഷ് കാർഡാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് സത്യത്തിൽ ഈ ബോക്സ് ഇങ്ങനെ തുറന്നിട്ട് ഫംഗ്ഷൻ കഴിയണമെന്ന് എനിക്ക് സമയമില്ലായിരുന്നു. എനിക്കിത് എന്താണെന്ന് അറിയണം. അവളടുത്ത് അത്രയും സ്പെഷ്യലായിട്ട് തുറക്കാൻ പറഞ്ഞതുകൊണ്ട് ഇതിനകത്ത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ വെക്കുന്ന ഫംഗ്ഷൻ ഒന്നും തീർന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. തീർന്നില്ല, ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും, വീട്ടിലുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ ഞാൻ ഓടി വന്ന് തുറന്നു നോക്കുവാണ്. അപ്പോൾ ഞാനിത് ഇത് കണ്ടപ്പോഴേ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് ഇരിക്കുന്ന സമയമാണ്. കാരണം അപ്പോഴത്തെ ഇല്ലാത്തതിൻ്റെ വിഷമങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ ഇത് കൂടെ കണ്ടപ്പോൾ എനിക്കങ്ങ് സങ്കടമാണോ കരച്ചിലാണോ എന്ന് എനിക്കറിയാൻ പോയി. എനിക്കങ്ങ് കണ്ണിനങ്ങ് വെള്ളം വരുവാണ്. സന്തോഷം കൊണ്ടാട്ടോ. ഇതെന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഹൃദയത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. കിട്ടു ഞാനും ഭയങ്കര കൂട്ടാണ്. ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പിന് ഒരു വാല്യൂ നൽകുന്നതുകൊണ്ട് എനിക്കിത് ഭയങ്കര സന്തോഷം. അപ്പോൾ അതാണ് അതിനകത്തുള്ളത്, വിഷ് കാർഡിനകത്തുള്ളത്. ഇനി നമുക്ക് ബാക്കി സാധനങ്ങൾ നോക്കാം. ബാക്കി ഇനി ഈ പെട്ടി ഇങ്ങനെ തുറക്കുമ്പോൾ ഇതിനകത്തുള്ളത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോയാണ് കണ്ടോ. ഇത് പാപ്പുവിൻ്റെ ചരടുകെട്ടിന് എടുത്ത പിക്കാണ്. എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട പിക്കാണ് കേട്ടോ ഇത്. അത് തന്നെ അവളെടുത്ത് ഫ്രെയിം ചെയ്തു തന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ പാപ്പുവിന് 2 ക്രോക്സ് ഉണ്ട്. സംഭവം ഞങ്ങൾ ഈ അടുത്ത സമയത്ത് അവളെ കണ്ടപ്പോൾ ഡാഡുവിൻ്റെ കാലിൽ ക്രോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പാപ്പുവിന് ഈ ചെരുപ്പൊക്കെ സൈസ് ആകുമെന്നൊരു സംശയമായിരുന്നു. കാരണം അത്രയും ചെറിയ ചെരുപ്പ് ക്രോക്സ് ഒക്കെ കിട്ടുമോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ അവൻ്റെ ഊരിയിട്ട് നോക്കി ഇത് സൈസ് ആണോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ അവൻ്റെതും ഇവൻ്റെതും ഒരേ സൈസാണ്. 2 മക്കളുടേതും ഒരേ സൈസാണ്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇനി കടയിൽ പോകുമ്പോൾ മേടിക്കണം എന്ന് ഞാൻ വിചാരിച്ച സാധനമാണ്. പക്ഷെ അവളെനിക്ക് വാങ്ങിച്ചിട്ട് തന്നു. ഇത് പാപ്പിന് കറക്റ്റ് ആട്ടോ. ഇപ്പം നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ക്രോക്സ് ആണ് കണ്ടോ. ഇനി അടുത്തതിനകത്തുള്ളത് ഒരു സിപ്പർ ബോട്ടിലാണ് കേട്ടോ, ബേബി ഹഗിൻ്റെ. ഇതൊന്നും പാപ്പുവിന് ഇല്ലാത്ത സാധനമാണ്. അവൾ ഇല്ലാത്ത സാധനങ്ങൾ നോക്കി വാങ്ങിച്ചതാണ്. ഇത് അവൻ ഉപയോഗിക്കില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അവന് സിപ്പർ ബോട്ടിലൊന്നും യൂസ് ചെയ്യാൻ അറിഞ്ഞൂടാ. അവന് ഈ നിബിളുപ്പി, അതായത് പാൽക്കുപ്പിയൊന്നും കുടിക്കാനൊന്നും അറിഞ്ഞൂടാ കേട്ടോ. അവനല്ലാതെ പാലായാലും വെള്ളമായാലും അവനല്ലാതെ കുടിക്കുന്നതാണ് ഇഷ്ടം, ഗ്ലാസ്സിൽ കുടിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഇതെനിക്കിനി ട്രെയിൻ ചെയ്തെടുക്കണം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇത് ഡാഡു ഇതിലാണ്
വെള്ളമൊക്കെ കുടിക്കുന്നത്. അപ്പം അന്ന് ഞാൻ വീട്ടിൽ പോയപ്പോഴേ ഞാൻ ഓർത്തായിരുന്നു ഇവൻ ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിക്കണം. കാരണം ഇത് എവിടെയെങ്കിലും പോകുമ്പോൾ ഇതൊക്കെ അല്ലേ നല്ലത്, മറ്റേത് കുപ്പിയിലൊക്കെ കൊടുക്കാൻ പാടാണ്. അപ്പോൾ ഇതും താങ്ക് യു. പിന്നെ ഇതിനകത്തുള്ളത് ഒരു ഡ്രസ്സാണ്. ഇങ്ങനത്തെ പ്രിന്റൊക്കെ വരുന്ന ഒരു നിക്കറും ഒരു ഉടുപ്പും. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ പ്രിന്റൊക്കെ ഭയങ്കര ഇഷ്ടം. ഇതാണ്. ഇതും പാപ്പുവിന് ഇപ്പൊ സൈസ് ആവുന്ന സാധനമാണ് കേട്ടോ. ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇതിനകത്ത് 2-3 പാപ്പുവിൻ്റെയും ഞങ്ങളുടെയൊക്കെ കുറച്ച് ഫോട്ടോസാണ്. അവർ ഫ്രെയിം ചെയ്തതിൻ്റെ അല്ലാതൊരു പ്രിന്റ്. പിന്നെ ഇത് പാപ്പ നമ്മുടെ ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോസാണ്, അതിൻ്റെ ചെറുതും വലുതും. അപ്പം ഇത്രയാണ് ഈ പെട്ടിക്കകത്തുണ്ടായിരുന്നത്. അപ്പം താങ്ക് യു സോ മച്ച് കിട്ടു ആൻഡ് ദേവു. എന്തായാലും എനിക്ക് ഇതുപോലത്തെ ഒരു ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. ഞാൻ സത്യം പ്രതീക്ഷിച്ചത്, ഞാൻ ഓർത്ത് അവർ വല്ല കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നതാണ് വിചാരിച്ചത്. പക്ഷെ ഇതാണ് ഞെട്ടിച്ചേട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാപ്പുവിൻ്റെ ഗിഫ്റ്റുകൾ. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് എല്ലാവരും പൈസയാണ് തന്നത്, കുഞ്ഞിന് ഉപയോഗമുള്ളത് വലുത് മേടിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതൊന്നും വാങ്ങിച്ചിട്ടില്ല, ഇനി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, ടാറ്റാ.